കുറച്ച് ദിവസമായിട്ട് കൊല്ലം സുധിയുടെ മകനായ കിച്ചു സുധിയും മൂന്നാം ഭാര്യയായ രേണു സുധിയുടെയും കാര്യമാണ്. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കിച്ചു സുധി തൻ്റെ ജീവിതത്തിൽ അമ്മമാരുടെ കയ്യിൽ നിന്നും അനുഭവിച്ചതാണ് കിച്ചു വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. അതായത് താൻ 1.5 വയസ്സായപ്പോൾ തന്നെ ജനിപ്പിച്ച അമ്മ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളോടൊപ്പം പോയി. രണ്ടാമത് വിവാഹം കഴിച്ച ശാലിനി ആവട്ടെ ആ വ്യക്തിക്ക് തന്നെ കണ്ണടത്താൻ കണ്ടുകൂടാ. ഇനി മൂന്നാമത് വന്ന രേണു ആവട്ടെ ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നുവെങ്കിലും പിന്നീട് താൻ അച്ഛനോട് കൂടുതൽ അടുക്കുന്നതും അച്ഛൻ്റെ ഒപ്പം ഷൂട്ടിംഗ് സെറ്റിലും ഒക്കെ പോകുന്നത് രേണുവിനും ഇഷ്ടമില്ലാതായി. തന്നെ സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായി ജനിച്ചുപോയി എന്ന് വളരെ വേദനയോടുകൂടിയാണ് കിച്ചു സുധി കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കുവച്ചെത്തിയത്. കിച്ചുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പേർ വരുന്നുണ്ട്. എന്തിന് കൊല്ലം സുധി മരിച്ചതിന് ശേഷം 2 മക്കൾക്കും നൽകിയ ആ ഒരു വീട്ടിൽ പോലും ഇപ്പോഴും കിച്ചു സുധി പോകുന്നില്ല. അത് അവർക്ക് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് കിച്ചു പറയുന്നത്. രേണുവിൻ്റെ യഥാർത്ഥ തനി നിറമാണ് കിച്ചു ആ ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തി രംഗത്ത് വന്നത്. തൊട്ടു പിന്നാലെ തൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് കരുതി രേണു കള്ളക്കരച്ചിലുമായിട്ടെത്തി. അതായത് കിച്ചു പറഞ്ഞതിനൊക്കെ എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, വിഷമമുണ്ട് എന്നൊക്കെ. എന്തിന് 2 ദിവസത്തിന് മുൻപ് പോലും കിച്ചുവിന് ഞാൻ പൈസ കൊടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യം രേണു പറയുന്നത് കൊണ്ട് അത് എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല. കള്ളക്കണ്ണീരെന്ന് വെച്ചാൽ ആ വീഡിയോ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലാവും ഇമാതിരി കള്ളക്കരച്ചിൽ, കണ്ണീര് പോലും വരാതെയൊക്കെ കരയാൻ സമ്മതിക്കണം. കിച്ചുവിൻ്റെ വീഡിയോ കണ്ട പലർക്കും മനസ്സിലായി അത് കിച്ചു സ്ക്രിപ്റ്റഡ് ആയിട്ട് പറഞ്ഞതല്ല, അവൻ്റെ ഉള്ളിൽ നിന്നും വന്ന ആ ഒരു വാക്കുകളാണ് അവിടെ ആ ഒരു സമയത്ത് അവൻ വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ ഒരു കാര്യത്തിനെ രേണു വളച്ചൊടിച്ച് തന്നെ കുറ്റക്കാരനാക്കുന്നു. എന്തിന് താൻ ഇവിടെ എനിക്ക് ജീവിക്കണമെന്ന് പോലുമില്ല എന്നൊക്കെയാണ് രേണു കരഞ്ഞു മെഴുകുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.